BBSന്റെ അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന ജോബൻ സാറ്, വൈഫ്, എല്ലാ കുഞ്ഞുങ്ങളും, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സ്നേഹവന്ദനം. കുറെ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഈ സൺഡേ സ്കൂളിലൊക്കെ വന്ന് ചേരുവാൻ തക്കവണ്ണം സാധിച്ചത്. ഒരു ദൈവനിയോഗമായിട്ട് കാണുകയും വളരെയധികം സന്തോഷം കൂടിയുണ്ട്. വളരെ സന്തോഷമുള്ളതിന് കാരണം നിങ്ങളുടെ ഈ BBS ഞങ്ങളെല്ലാം ഒരേ സമയത്ത് ഭദ്രാസനത്തില്, സെന്ററില് വ്യത്യസ്തമായ എല്ലാ ചുമതലകൾക്കും നേതൃത്വം കൊടുക്കുകയും ഒരുമിച്ച് സ്നേഹം പങ്കിടുകയും ചെയ്തവരൊക്കെയാണ്. അതുകൊണ്ട് അവര് ഈ ഇടവകയിൽ ലീഡറായിട്ടൊക്കെ വരുമ്പോൾ അതിൽ പങ്കെടുക്കുവാൻ, സമാപന യോഗത്തിലൊക്കെ ചേരുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഇടയാക്കുന്നത് ഓർത്ത് നന്ദിയോട് സ്വന്തം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു സന്ദേശം പറയുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഗോ പ്രൊഫിഷ്യന്റ് എന്നുള്ള തീമാണ്. ദൈവത്തിന് സമർത്ഥരായിരിക്കുക എന്നുള്ളതാണ്. വളരെയധികം നല്ല ഒരു ചിന്താവിഷയമാണ് സമർത്ഥരായിരിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളോടും എല്ലാ മാതാപിതാക്കളും ആവശ്യപ്പെടുന്നത് നമ്മൾ എന്താണ്? മിടുക്കരായിരിക്കുക, സമർത്ഥരായിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ സമർത്ഥരായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സമർത്ഥരായിരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചിന്തയിൽ സമർപ്പിതരായി തീരുക എന്നുള്ളതാ. സമർത്ഥരായി തീരുക എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകുന്ന സാമർഥ്യങ്ങൾ ദൈവത്തിന് വേണ്ടി സമർപ്പിതരായി തീരുവാൻ തക്കവണ്ണം വേർതിരിക്കുവാനുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ഷെയ്ൻ സാം മാത്യു എന്നറിയപ്പെടുന്ന ഒരു യൗവനക്കാരൻ. ഡോക്ടർ ഷെയ്ൻ സാം മാത്യു 25-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ഒരു യൗവനക്കാരനാണ്. മർദ്ദമക്കാരനായിരുന്നു. ഒരു ഭവനത്തിലെ ഒറ്റ മകനായിരുന്നു, ആകെയുള്ള ഒരു മകൻ. BBSന്റെ പഠനം പൂർത്തീകരിച്ച് അതിന്റെ പ്രാക്ടിക്കൽ എവിടെ ചെയ്യുമെന്ന് കൂടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും ചോദിക്കുകയും എല്ലാവർക്കും അവർക്ക് ഇഷ്ടമായത്, അനുയോജ്യമായത്, മേൽത്തരമായത്, ശുശ്രൂഷ ചെയ്യാൻ എളുപ്പമുള്ള എല്ലാ മേഖലകളും തിരഞ്ഞെടുത്തപ്പോൾ ഒരു മേഖല മാത്രം ബാക്കി വന്നു, ആഫ്രിക്ക. അവിടെ ആര് പോകും? ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ ആര് പോകുമെന്ന് ചോദിച്ചപ്പോൾ ആരും തയ്യാറാകുന്നില്ല പോകുവാൻ. അവസാനം ഡോക്ടർ ഷെയ്ൻ സാം മാത്യു പറയുന്നു, ഞാൻ പോകും. അവിടെ പോയി അവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിനിടയിൽ വസിച്ചിരുന്നതായ ക്വാർട്ടേഴ്സിൽ തീപിടുത്തമുണ്ടാകുകയും ആ തീപിടുത്തത്തിൽ ഈ 25 വയസ്സ് മാത്രമുള്ള ഒറ്റ മകനായ ഈ ഡോക്ടർ ഷെയ്ൻ സാം മാത്യു ഒരു മിന്നാമിനിങ്ങിനെ പോലെ എരിഞ്ഞ് അടങ്ങി ഒതുങ്ങി തീർന്നു. ആ ജീവിതം അവിടെ തീരുകയാണ്, യൗവനം അവിടെ തീരുകയാണ്. കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭവനം ഒരു ആത്മകഥ പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചു. ആത്മകഥ പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ ആത്മകഥയ്ക്ക് എന്ത് പേരിടും? അല്ലെ, ഒരു അമ്മയും ഒരു അപ്പനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയാ. തന്റെ മകന്റെ മരണമടങ്ങുന്ന ആത്മകഥയ്ക്ക് എന്ത് പേരിടും? അവർ പേരിട്ടു ഫയർഫ്ലൈ ഡെയർ ടു ബി ലൈറ്റ്. മിന്നാമിനുങ്ങ് പ്രകാശനാകാൻ ധൈര്യം കാണിച്ചവൻ, പ്രകാശനായി തീർന്നവൻ. അങ്ങനെയാണ് അവരതിന്റെ ആത്മകഥയ്ക്ക് പേരിട്ടത്, ഫയർഫ്ലൈ ഡെയർ ടു ബി ലൈറ്റ്. ഇന്ന് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളോട് നാം ചോദിക്കുകയാണ്, നാം എന്തിനാ സമർത്ഥരായി തീരുന്നത്? സമർത്ഥരായി തീരുക എന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടി, തങ്ങളുടെ ഭവനത്തിന് വേണ്ടി, തങ്ങളുടെ നന്മകൾക്ക് വേണ്ടി തങ്ങളിലേക്ക് ഒതുങ്ങുവാനല്ല, മറിച്ച് ദൈവത്തിന് വേണ്ടി സമർപ്പിതരായി തീരുവാൻ തക്കവണ്ണം സമർത്ഥരായി തീരണം. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന കഴിവുകൾ, താലന്തുകൾ, സമ്പത്തുകളെല്ലാം ദൈവത്തിന് നന്മയ്ക്കായിട്ട് വിനിയോഗിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം താലന്തുകളാണ്. നമ്മളെ സമർപ്പിതരായി തീരുന്നത്, സമർത്ഥരായി തീരുന്നത് നമ്മുടെ താലന്തുകളാണ്. ആ താലന്തുകൾ ദൈവത്തിന് വേണ്ടി ഒരു ഫയർഫ്ലൈ ആയി എരിഞ്ഞു തീരുവാൻ,
ഒരു ഫയർഫ്ലൈയായി പ്രകാശിക്കുവാൻ, ധൈര്യം കാണിക്കുവാൻ, ആ ധൈര്യം കാണിക്കുന്നത് ഒരു സമർപ്പണത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് ഇന്ന് സന്ധ്യയിൽ ചേർന്ന് വരുന്ന എല്ലാവരും പ്രൊഫിഷ്യന്റ്. നിങ്ങൾ സമർത്ഥരായി തീരുക. സമർത്ഥരായി തീരുക എന്നുമല്ല, സമർപ്പിതരായി തീരുക. ദൈവത്തിന് വേണ്ടി ഒരു ബിന്യാമിനെ പോലെ എരിഞ്ഞ് അടങ്ങുവാൻ തക്കവണ്ണം, ഒറീസയുടെ മണ്ണിൽ എരിഞ്ഞടങ്ങുന്ന മനുഷ്യരെ പോലെ തക്കവണ്ണം, സംസാരിക്കുവാൻ ചലിക്കുവാൻ സാധിക്കാത്ത വ്യക്തികൾക്ക് കൈതാങ്ങലായി തീരുവാൻ തക്കവണ്ണം, ആർക്കെങ്കിലും വേണ്ടി ശബ്ദം ഉയർത്തുവാൻ തക്കവണ്ണം നമ്മുടെ സാമർഥ്യങ്ങൾ ദൈവത്തിൽ സമർപ്പണമായി തീരട്ടെ. അതിന് ദൈവതമ്പുരാൻ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഗോ പ്രൊഫിഷ്യന്റ്. താങ്ക് യു.